ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ഇന്നലെ പിന്നെ അതങ്ങനെ എനിക്ക് ഈ മോൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കത് വന്നു പോയി. പിന്നെ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുണ്ട്, ഞാൻ ഭാര്യയായിട്ട് ഞാനും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. പിന്നെ എൻ്റെ കൂടപ്പിറപ്പുകളുണ്ട്, അവരുടെയൊക്കെ വിഷമമാണ് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. കൂടപ്പിറപ്പുകൾ അവരൊക്കെ ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവരുടെയൊക്കെ നാട്ടിൽ അവരുടെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കുമല്ലോ. അവർക്കൊക്കെ ആങ്ങളെക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം വരുന്നു, അനിയനെതിരെ വരുമ്പോഴുള്ള അവരുടെ വിഷമമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒരു നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. ഇപ്പം എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഇന്നലത്തോടു കൂടി ഏറെക്കുറെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാം അല്ലേ? അല്ല, ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനെല്ലാം തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമയിൽ ശാശ്വതമായ ശത്രുതയോ മിത്രതയോ ഒരിക്കലില്ല. സിനിമയിൽ ശാശ്വതമായ ശത്രുത ഒരിക്കലുമില്ല. ഇപ്പൊ ഇനി അടുത്തൊരു പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഹരീഷ് കണാറിന് അഭിനയിക്കും തോന്നുന്നുണ്ടോ? അത് പുള്ളിയുടെ ഇഷ്ടമാണ്. വിളിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം, അഭിനയിക്കുക എന്നുള്ള പുള്ളിയുടെ തീരുമാനം. പുള്ളിയുടെ കരിയറിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നത് പുള്ളിയുടെ തന്നെ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഈ ഞാൻ പറഞ്ഞ പുള്ളിയുടെ ഇഷ്യൂ മാത്രമേ ഞാൻ പറഞ്ഞേ, കാലങ്ങളനുസരിച്ച് മാറ്റങ്ങൾ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം പല ആൾക്കാരും പഴയ പോലെ താഴത്തോട്ട് പോയി. എന്തോരം ആർട്ടിസ്റ്റുകളെ നമുക്ക് എന്തോരം പേര്, പരീക്ഷ തന്നെ വേണമെന്നില്ലല്ലോ, എന്തോരം പേരുടെ അവസ്ഥ നമുക്ക് ആലോചിക്കാം. പണ്ടുണ്ടായിരുന്ന എന്തോരം ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇല്ല. വല്ലപ്പോഴൊക്കെ ഒരു പടവിൽ ഇവർക്ക് കിട്ടുള്ളൂ. എന്തോരം പേര് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. എന്തോരം പേര് എന്നെ വിളിക്കാറുണ്ട്, ഒരുപാട് പേര് വിളിക്കാറുണ്ട്.